ഓർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. മാറോക്കിയച്ചൻ്റെ അക്ഷീണ പരിശ്രമവും ദൈവഹിതവും ഒന്നു ചേർന്നപ്പോൾ വടവാതൂർ സെമിനാരിക്ക് കൈവന്നത് ബൃഹത്തും സമ്പന്നവുമായ ഒരു ഗ്രന്ഥശാലയാണ്. പരിണാമം സൃഷ്ടിയുടെ രീതിയാണ്. പരിണമിക്കുന്ന പ്രപഞ്ചത്തിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നോർത്താൽ മതി. വടവാതൂർ സെമിനാരിയിലെ സുദീർഘ സേവനങ്ങൾക്കൊടുവിൽ പിതാവിൻ്റെ പ്രത്യേക താൽപര്യാർത്ഥം തൃശൂർ തോപ്പ് സെമിനാരിയുടെ റെക്ടറായി ചുമതലയേറ്റു. പഴയ തോപ്പ് സെമിനാരിയാണ് പിന്നീട് സെയിന്റ് മേരീസ് മൈനർ സെമിനാരിയായി പരിണമിക്കുന്നത്. ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചൻ തലമുറകൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ സമയം തന്നെയും സെമിനാരി പരിശീലനത്തിൽ വ്യാപൃതനായിരുന്നു അച്ഛൻ. താൻ പരിശീലിപ്പിക്കുന്ന കുട്ടികൾ വിശുദ്ധിയിലും സന്മാർഗബോധത്തിലും വിജ്ഞാനത്തിലും വളരണമെന്ന് വളരെ നിഷ്ഠയോടുകൂടി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചൻ. പ്രാർത്ഥനയും ജീവിത ദർശനവും അധ്യാപനവും വഴി തലമുറകളിൽ സന്മാർഗചിന്തയും ദൈവബോധവും വളർത്താൻ അച്ഛൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ തലമുറകൾ തീർച്ചയായും അഭിമാനപൂർവ്വം സ്മരിക്കും. ദീർഘനാളുകൾക്ക് ശേഷവും അച്ഛൻ്റെ ക്ലാസ്സുകളുടെ പ്രത്യേകതകളും വിജ്ഞാന സമ്പന്നതയും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളേറെ സ്നേഹിക്കുകയും ഞങ്ങൾ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാറോക്കിയച്ചൻ തികഞ്ഞ ആധ്യാത്മികതയും മികവുറ്റ അധ്യാപനവും പോൾ മാറോക്കിയച്ചൻ്റെ മുഖമുദ്രയായിരുന്നു. ഞങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ അധ്യാപകനും കളിസ്ഥലത്ത് കളിക്കൂട്ടുകാരനും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെപ്പോലെ ഒരുവനായിട്ട് ഞങ്ങളോടൊപ്പം എല്ലാ അവസരങ്ങളിലും ഞങ്ങളുടെ കൂടെ നടന്നിരുന്ന മാറോക്കിയച്ചൻ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ മാതൃകാപരമായ ഒരു സെമിനാരി അധ്യാപകൻ പരിശീലകൻ ഞങ്ങളുടെ ജീവിതത്തിൽ അധികം കണ്ടെത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് പോളച്ചൻ എത്തിച്ചേരുന്നത് തൃശൂർ മുളയത്തുള്ള മേരി മാതാ മേജർ സെമിനാരിയിലേക്കാണ്. 1998 തൃശ്ശൂരിൽ മേരി മാതാ മേജർ സെമിനാരി ആരംഭിച്ചപ്പോൾ മേരി മാതാ സെമിനാരിയുടെ ലൈബ്രറിയനായിട്ടാണ് ബഹുമാനപ്പെട്ട പോൾ മാറോക്കിയച്ചൻ ഈ സെമിനാരിയിൽ സേവനം ആരംഭിച്ചത്. കോട്ടയം വടവാതൂർ സെമിനാരിയിൽ ദീർഘവർഷം ലൈബ്രറിയനായി സേവനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മാറോക്കിയച്ചൻ തൻ്റെ പരിചയ സമ്പത്ത് മേരി മാതാ സെമിനാരിയെ സംബന്ധിച്ച് ലൈബ്രറിയുടെ മേഖലയിൽ ഒരു അനുഗ്രഹമായി മാറുകയായിരുന്നു. സെമിനാരിയിലെ ലൈബ്രറി കമ്പ്യൂട്ടറൈസ്ഡ് പൂർണ്ണമായിട്ടും ചെയ്ത് പുസ്തകങ്ങളെല്ലാം പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ചത് ബഹുമാനപ്പെട്ട മാറോക്കിയച്ചൻ്റെ നേതൃത്വത്തിലാണ്. ഇന്ന് ഏകദേശം 50,000-ഓളം പുസ്തകങ്ങളുള്ള മേരി മാതാ സെമിനാരിയുടെ ലൈബ്രറി ഏറ്റവും കൃത്യമായി സൂക്ഷിക്കാൻ ഞങ്ങൾക്കിന്ന് കഴിയുന്നത് മാറോക്കിയച്ചൻ ആരംഭിച്ച പുതിയ സംവിധാനം ഒന്നുകൊണ്ട് മാത്രമാണ്. മേരി മാതാ സെമിനാരിയിൽ 2000 മുതൽ ആത്മീയ പിതാവായി സേവനം കുട്ടികൾക്ക് നൽകി വന്ന ബഹുമാനപ്പെട്ട മാറോക്കിയച്ചൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ 2003 വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ മേരി മാതാ സെമിനാരിയെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമായിരുന്നു.
അധ്യാപകൻ എന്നതിലുപരി ഇവിടെയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഗ്രന്ഥശാലയിലായിരുന്നു. വടവാതൂരെ അനുഭവസമ്പത്തും കരുത്തും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അനുഗ്രഹമായിരുന്നു. മേരിമാത സെമിനറിയുടെ ലൈബ്രറി ഇന്നത്തെ ഈ വളർച്ചയിൽ എത്തി നിൽക്കുന്നതിന് പുറകിൽ ഒരു വിഷണറി ഉണ്ടായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട മാറോക്കിയച്ചൻ. ഒരു കൊച്ചു മുറിയിൽ ആരംഭിച്ച ലൈബ്രറി അന്ന് തന്നെ വലിയ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് അച്ഛൻ പ്ലാൻ ചെയ്തിരുന്നത്. വടവാതൂർ സെമിനറിയിലെ ദീർഘകാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ തുടക്കത്തിൽ തന്നെ ഒരു വലിയൊരു ലൈബ്രറിയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തിരുന്നു. മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് ലൈബ്രറി അപ് ടു ഡേറ്റ് ആകണം എന്ന് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ലൈബ്രറിയുടെ ആദ്യത്തെ പുസ്തകം മുതൽ അത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനും അതിനുവേണ്ടി ഒരു പ്രോഗ്രാം തന്നെ ഉണ്ടാക്കിയെടുക്കുവാനും അച്ഛനും അച്ഛൻ്റെ സഹായിയായിട്ട് അന്നുണ്ടായിരുന്ന സൈജനച്ചനും ഒരുമിച്ച് പരിശ്രമിച്ചു. ആ പ്രോഗ്രാം അതും വലിയൊരു വിഷനോടുകൂടി മേരിമാത സെമിനറിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ദർശനത്തോടു കൂടിയാണ് ഉണ്ടാക്കിയത്. കേരളത്തിലുള്ള എല്ലാ സെമിനറികളിലും ഈ പ്രോഗ്രാം തന്നെ ആകുകയാണെങ്കിൽ ഭാവിയിൽ അത് ഒരു ഓൺലൈൻ ലൈബ്രറി സംവിധാനത്തിലേക്ക് വളരുവാൻ സാധിക്കും എന്ന് അച്ഛൻ കണ്ടിരുന്നു. ഇന്ന് ഇപ്പോൾ മേരിമാത സെമിനറി ലൈബ്രറി എത്തി നിൽക്കുന്ന അവസ്ഥ, ഇത് ഇൻ്റർനാഷണലായിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ലൈബ്രറിയായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സെമിനറിയിലെ ലൈബ്രറിയിൽ നിന്ന് യൂറോപ്പിലെ പല ലൈബ്രറികളിൽ നിന്നുള്ള കാറ്റലോഗുകൾ റെഫർ ചെയ്യുവാനും അതുപോലെ തന്നെ അവിടെയുള്ള ലൈബ്രറികളിലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ജേർണൽസ്, അതുപോലെയുള്ള കമ്പ്യൂട്ടറിലൂടെ തന്നെ പല ലേഖനങ്ങളും പുസ്തകങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനും വായിക്കുവാനുമുള്ള സൗകര്യമുണ്ട്. മേരിമാത സെമിനറിയുടെ ഈ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള വളർച്ച വാസ്തവത്തിൽ അതിന് ആരംഭം കുറിച്ചതും നമ്മുടെ മാറോക്കിയച്ചൻ തന്നെയാണ്. കാരണം അച്ഛനിവിടെ ലൈബ്രറിയനായിരുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന ടാബ്ലറ്റിൽ മേരിമാത സെമിനറിയെക്കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതുകയും അവിടെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ലൈബ്രറികളിലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ മേരിമാത സെമിനറിക്ക് ഡൊണേറ്റ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് വയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിലും അയർലൻഡിലുമുള്ള പല ലൈബ്രറികളിൽ നിന്നും നമുക്ക് ഇവിടേക്ക് പുസ്തകങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് വാസ്തവത്തിൽ ഞങ്ങളുടെ ഈ ലുവൈൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അഫിലിയേഷനിലൂടെ ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അച്ഛൻ അന്ന് കണ്ട ആ ദർശനം ഇന്ന് അതിൻ്റെ കുറെ കൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇന്ന് ഉയർത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മേരിമാത സെമിനറി ഇന്ന് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു അജപാലന ശുശ്രൂഷയിലുള്ള ഗവേഷണ കേന്ദ്രം ഫറൂഖ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര കൊളാബറേഷനുകളിലൂടെ നമ്മൾ ഈ ലൈബ്രറിയും അതുപോലെ തന്നെ മേരിമാത സെമിനറിയും ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ പുറകിൽ ഏറ്റവും ദീർഘദൃഷ്ടിയോടുകൂടി പ്രവർത്തിച്ച മാറോക്കിയച്ചനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. മേരിമാത സെമിനറിയുടെ ഈ നാമം ഉള്ളിടത്തോളം കാലം അച്ഛനെ ഞങ്ങൾ ഓർക്കും. അച്ഛൻ്റെ നിസ്തുലമായ സേവനത്തിന് ഏറ്റവും ഹൃദയംഗമമായിട്ട് ഈ സെമിനറിയുടെ പേരിൽ ഞങ്ങളുടെ ഈ ലൈബ്രറിയുടെയും ഈ ഈ മേരിമാത കുടുംബത്തിൻ്റെ പേരിലുള്ള അഗൈതവമായിട്ടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്.
ഏറെ ശ്രമകരമായിരുന്നെങ്കിലും മേരിമാത മേജർ സെമിനാരിയുടെ ലൈബ്രറിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈബ്രറിയാക്കുന്നതിൽ മാറോക്കിയച്ചൻ വിജയിച്ചു. ഇക്കാര്യത്തിൽ തന്നെ സഹായിച്ച എല്ലാവരോടും അദ്ദേഹത്തിന് ദൈവനാമത്തിൽ നന്ദിയും കടപ്പാടുമുണ്ട്. 1999 ജൂൺ മാസത്തിലാണ് മേരിമാത മേജർ സെമിനാരിയിലേക്ക് ഞാൻ ആദ്യമായി ജോലിക്കായിട്ട് കടന്നു വരുന്നത്. അന്ന് ലൈബ്രറിയൻ ഫാദർ മാറോക്കിയച്ചനായിരുന്നു. അന്ന് ഫാദർ സൈജൻ വാഴപ്പള്ളിയച്ചനും സിസ്റ്റർ ക്രിസ്തയും ഞാനുമാണ് അന്ന് ലൈബ്രറിയിൽ ജോലിക്കായിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അച്ഛൻ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾക്ക് ക്ലാസ്സിൽ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും വേണ്ട നിർദ്ദേശങ്ങൾ അച്ഛൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ചിട്ടാണ് അന്ന് ലൈബ്രറിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. 3000 പുസ്തകങ്ങളോളമാണ് അന്ന് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കമ്പ്യൂട്ടർ വാങ്ങി പുതിയ ഒരു ലൈബ്രറിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 40,000 ചില്ലാനും ബുക്കുകളോടുകൂടിയാണ് ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. ഗലീലിയോ, ഡാർവിൻ, ഐൻസ്റ്റീൻ എന്നീ ശാസ്ത്രകാരന്മാരിലൂടെ കടന്നു പോകുമ്പോഴും പ്രപഞ്ച സൃഷ്ടിയിലുള്ള ദൈവത്തിൻ്റെ സംഭാവനയെ തികച്ചും മതപരമായും ബൈബിൾ സംബന്ധമായും അദ്ദേഹം വിവക്ഷിക്കുന്നത് നമ്മിൽ ആരിലും അത്ഭുതമുളവാക്കും. അച്ഛൻ എന്തുകൊണ്ടാണ് ഇടവക ശുശ്രൂഷ തിരഞ്ഞെടുക്കാതെ സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. 1962 കോട്ടയം സെമിനാരി ആരംഭിച്ചു. എന്നാൽ 62-ലും 63-ലും തൃശ്ശൂരിൽ നിന്നുള്ള സെമിനാരിക്കാർ അവരെ പഠിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ആരും തന്നെ അവരെ പഠിപ്പിക്കാനില്ലായിരുന്നു. ഞാനാണെങ്കിൽ 64 എൻ്റെ BSc പഠനം പൂർത്തിയാക്കാൻ പോവുകയാണ്. ആ സമയത്ത് ആലപ്പാട്ട് പിതാവ് എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛനെ കോട്ടയം സെമിനാരിയിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ കോട്ടയം സെമിനാരിയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയ പലരും ഉണ്ടായിരുന്നു. അച്ഛൻ എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ കാണിക്കാൻ പോകുന്നത്? സെമിനാരിൽ ശമ്പളമൊന്നുമില്ല, കുറച്ച് പോക്കറ്റ് മണി കിട്ടുമല്ലോ, അതുമായിട്ട് അച്ഛൻ ജീവിക്കാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് സെമിനാരിലെ അടക്കം ചിട്ടയുമുള്ള ജീവിതം എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അവരോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ വൈദികനായത് കാശുണ്ടാക്കാനല്ല, ജനങ്ങളെ സേവിക്കാനാണ്. ഏത് മേലധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നുവോ അവിടെ പോയി ഞാൻ ജോലി ചെയ്യും. അതായിരുന്നു എൻ്റെ മനോഭാവം. എന്നെ ഉപദേശിച്ചവരുടെ മനസ്സിലിരിപ്പോൾ എനിക്കറിയാം. ഞാൻ BSc കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ BSc നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ സെൻറ്റ് തോമസിൽ തന്നെ MSc കെമിസ്ട്രി ഉണ്ട്. സെമിനാരി സെൻറ്റ് തോമസ് കോളേജിലാണെങ്കിൽ അച്ഛന്മാർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് പ്രിൻസിപ്പളാകാൻ ആളില്ലാതെ മേലൂരിൽ നിന്ന് മൂത്താണ്ടച്ചനെ കൊണ്ടുവന്ന സെൻറ്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൾ ആക്കിയത്. ഇതൊക്കെയാണ് കാലം. ആ കാലത്താണ് ഞാൻ ഈ സാധ്യതയെല്ലാം ഉപേക്ഷിച്ച് കോട്ടയത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ എന്തൊരു വിഡ്ഢിത്തരമായി കാണിക്കണേ, അച്ഛൻ എന്ത് നല്ല ശോഭനമായ ഭാവിയാണ് ഉപേക്ഷിച്ച് പോകുന്നത് എന്നൊക്കെ പറയാനിടയായി. അച്ഛൻ്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയമാണല്ലോ മതവും ശാസ്ത്രവും. ശാസ്ത്രം യുക്തിരഹിതവും മതം യുക്തിഭദ്രവുമാണല്ലോ എന്നാണല്ലോ പൊതുവെയുള്ള വെയ്പ്പ്. ഇതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യം തന്നെ തീർത്തും തെറ്റാണ് എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഞാൻ 2 ഉദ്ധരണികൾ പറയാം. പ്രസിദ്ധനായ ജോസഫ് നടുവത്തിശ്ശേരി അച്ഛൻ്റെ 1-ാം തരം പുസ്തകമുണ്ട്, യുക്തിയിലൂടെ വിശ്വാസത്തിലേക്ക്. അപ്പോൾ ശരിയായ യുക്തി നമ്മെ നയിച്ചാൽ നമ്മൾ വിശ്വാസത്തിൽ ചെന്നെത്തും
എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിന് വ്യതിചലിച്ച് പോവുകയില്ല. അതുപോലെ വേറൊരു ജോസ് തച്ചിലച്ഛനുണ്ട്, മേരിമാതിരി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ. ഇപ്പോൾ ഈ പറഞ്ഞ വാദമുണ്ടല്ലോ, യുക്തിവാദികളുടെ വാദമാണ്. അദ്ദേഹം പറയുന്നത് യുക്തിവാദികൾക്ക് യുക്തിയില്ല, വാദവുമില്ല. അതായത് ശാസ്ത്ര പുരോഗതിയുടെ ഫലമായി മതം ഇല്ലായ്മ ചെയ്യപ്പെടും എന്ന് ഒരു കാലത്ത് ആളുകൾ വിശ്വസിച്ചു, ഏതാണ്ടൊരു 50-60 കൊല്ലം മുമ്പ്. എന്നാൽ ഈ ശാസ്ത്രം വരുത്തി വയ്ക്കുന്ന വിനകളെക്കുറിച്ച് ബോധവാന്മാരായ മനുഷ്യർ പറഞ്ഞു, ശാസ്ത്രം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റില്ല, മതമൂല്യങ്ങൾ ആവശ്യമാണ്. അതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. ഞാൻ ആവർത്തിക്കുകയാണ്, റിലിജൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്, സയൻസ് വിത്തൗട്ട് റിലിജൻ ഈസ് ലെയിം. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് പൊട്ടിച്ചു. എന്താ സംഭവിച്ചത്? ശാസ്ത്രത്തിൻ്റെ കുറ്റമാണോ? ശാസ്ത്രത്തിൻ്റെ കുറ്റമാണോ? ഇവിടെ എത്ര ആളെ മരിച്ചെന്നറിയോ? ഒറ്റ ബോംബിങ്ങിന് 48,000 പേരാണ് മരിച്ചത്. നിമിഷം കൊണ്ട്. നാഗസാക്കിയിലും അത്ര തന്നെ മരിച്ചു, ഹിരോഷിമയിലും അത്രയോളം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിനയെല്ലാം വരുത്തി വെച്ചത് യുക്തിയാണോ വിശ്വാസമാണോ? എന്താണ്? ശരിയായ വിശ്വാസമില്ലാത്ത, അതായത് സയൻസ്, വി ക്യാൻ യൂസ് ആൻഡ് അബ്യൂസ് സയൻസ്, യു ക്യാൻ യൂസ് ആൻഡ് അബ്യൂസ് സയൻസ്. ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ, ദുരുപയോഗിക്കാം. ശാസ്ത്രത്തെ ദുരുപയോഗിച്ചപ്പോൾ നാഗസാക്കി ഉണ്ടായി, ഹിരോഷിമ ഉണ്ടായി. ഈ വിഷയത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ പ്രബോധനം 2 പ്രമാണരേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വൈദിക പരിശീലനത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയാണ്. അതിൻ്റെ 15ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: വൈദിക വിദ്യാർത്ഥികൾ ശാസ്ത്രകാര്യങ്ങളിൽ, വൈദിക വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും മതകാര്യങ്ങളിൽ തൽപരരായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ല, ശാസ്ത്രകാര്യങ്ങളിൽ തൽപരരായിരിക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഭ ആധുനിക യുഗത്തിൽ, എൻ്റെ ചരിത്രം നിങ്ങൾക്കറിയണോ, ഈ വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ പ്രമാണരേഖകൾ തയ്യാറാക്കിയപ്പോൾ സഭ ആധുനിക യുഗത്തിൽ എന്നുള്ള ആ പ്രമാണരേഖ ഇല്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കൗൺസിൽ പിതാക്കന്മാർ തന്നെ ചോദിക്കാൻ തുടങ്ങി, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? നമ്മൾ ആധുനിക മനുഷ്യരോട്. ആരാണ് ആധുനികൻ? ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത്, ആരാണ് ആധുനികൻ എന്നവർ സ്റ്റഡി ചെയ്തപ്പോൾ ആധുനികനായ മനുഷ്യൻ ശാസ്ത്രകാര്യങ്ങളിൽ ആവേശം കൊള്ളുന്നവനാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ന്യായമായ അവകാശവാദങ്ങൾ വകവെച്ച് കൊടുക്കണമെന്നും ശാസ്ത്രത്തെയും ധാർമ്മികതയെയും പൊരുത്തപ്പെടുത്തണമെന്നും ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭ ആധുനിക യുഗത്തിൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണരേഖയിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഇത്രയേറെ നീണ്ട സെമിനാരി ജീവിതത്തിനിടയിൽ ഏറ്റവും നിറമുള്ള ഓർമ്മകൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഒരെണ്ണം മാത്രം ഞാൻ പറയാം. ചില സ്റ്റുഡൻസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ അവരെനിക്ക് ഷോക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, വല്ലതും പറഞ്ഞ് തടി തപ്പിയാലോ? എനിക്ക് ഉത്തരം അറിയില്ലെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് മതിപ്പ് കുറയുമല്ലോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ അത്തരം പ്രലോഭനങ്ങൾക്ക് ഞാൻ വഴിപ്പെടാറില്ല. ഞാൻ പറയും, മോനെ, അതിൻ്റെ ഉത്തരം എനിക്കിപ്പോൾ അറിയില്ല, ഞാൻ പിന്നെ വായിച്ചു നോക്കി മറുപടി പറയാം. മിക്കവാറും അന്ന് തന്നെ ഞാൻ ലൈബ്രറിയിൽ പോയി അതിൻ്റെ പുസ്തകങ്ങളെ എടുത്ത് നോക്കി ഉത്തരം കണ്ടുപിടിക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നതിന് ഉത്തരം പറയും. അപ്പോൾ സ്റ്റുഡൻസ് പറയും, കണ്ടോ, മാറോക്കച്ചൻ സത്യസന്ധനാണ്. ഇതാണ് ഒരു നിറം പിടിച്ച ഓർമ്മ എനിക്ക്
ഇവിടെ അവതരിപ്പിക്കാനുള്ളത്. ഈ കാലഘട്ടത്തിലെ മീഡിയ അതുപോലെ IT ആ ഫീൽഡൊക്കെ നന്നായി ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ കാലഘട്ടത്തിൽ മതവും ശാസ്ത്രവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്നതിനെക്കുറിച്ച് യുവതലമുറയോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ശാസ്ത്രമില്ലാത്ത മതം അന്ധമാണ്, മതമില്ലാത്ത ശാസ്ത്രം മുടന്തുള്ളതുമാണ്. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, സയൻസ് റിലിജൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്, അന്ധവിശ്വാസമാകും. സയൻസ് വിത്തൗട്ട് റിലിജൻ ഈസ് ലെയിം. ലെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും മുന്നോട്ട് പോവില്ല, ചണ്ണക്കാൽ പോലെ ഇരിക്കും. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. ഇതിന് എനിക്ക് പ്രചോദനം നൽകിയത് ഒരു വലിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അതിൻ്റെ പേര് പിയ തെയ്യാദ് സർദാൻ ആണ്. അദ്ദേഹം ഒരു ജസ്യൂട്ട് പ്രീസ്റ്റ് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കൺവെർജൻസ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തെ കുറിച്ചുള്ളതാണ്. പിയ തെയ്യാദ് സർദാൻ, ഫ്രഞ്ച് പ്രീസ്റ്റ് സയൻറ്റിസ്റ്റ്. He was persecuted. അദ്ദേഹം മനോഹരമായൊരു പുസ്തകം എഴുതി. എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദത്തിനായി റോമിലേക്ക് വന്നു. പ്രസിദ്ധീകരിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മടങ്ങി അദ്ദേഹം പാരീസ് ഫ്രാൻസിൽ വന്നു. അപ്പോഴേ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തുക്കളെ എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞേ, if it is from God, it will be published. If it is not from God, it should be forgotten. ശാസ്ത്രത്തിനും മതത്തിനുമിടയിൽ ദൈവം സൃഷ്ടിച്ച നൂൽപ്പാലത്തിലൂടെ നടന്ന് വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷ്യം നമുക്ക് സമ്മാനിച്ച വന്ധ്യഗുരുഭൂതനാണ് ഈ വൈദികൻ. ദൈവം നമുക്ക് സമ്മാനിച്ച വഴികാട്ടി. കരുണയേറിയ കാൽവരി കുന്നിലൂറും സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങള